ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ നമുക്കിന്ന് എങ്ങനെ തുടങ്ങാം? നമ്മുടെ ചാമ്പയ്ക്കയിൽ നിന്ന് തുടങ്ങാം. നല്ല ചുവന്ന നിറത്തിലുള്ള നല്ല മധുരവും പുളിയൊക്കെ ഉള്ള നല്ല ചാമ്പയ്ക്ക. അത്യാവശ്യം വലിപ്പമുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ റോസ് കളറുള്ള ചാമ്പയ്ക്ക കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്ന കളറുള്ളതും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കുരു ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കുരുവില്ല. അങ്ങനെ തന്നെ നമുക്ക് വായിലിട്ടിട്ട് നല്ലോണം ചവച്ചരച്ചിട്ട് കഴിക്കാം. അപ്പൊ അത്രയും സിമ്പിളാണ് അർത്ഥം. മറ്റേതൊക്കെ പൊളിച്ച് നോക്കി പുഴുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പുഴുണ്ടോന്ന് നോക്കണം കേട്ടോ. പക്ഷെ ഇതിൽ പുഴുവൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്കായിരുന്നു. കുഞ്ഞച്ചമ്മ പെലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് കുറച്ചെടുത്ത് കുറച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ടിരുന്ന് കഴിക്കാണ് കേട്ടോ. അപ്പൊ ഏട്ടന് വേണോ ചോദിച്ചപ്പോൾ ഏട്ടന് വേണ്ട. ഞാനും കുട്ടപ്പായി അമ്മയ്ക്കാണ് ഇതിന്റെ ആൾക്കാർ. കുമാറും അങ്ങനെ കഴിക്കുന്നില്ല. അവരൊക്കെ മധുരപ്രിയരാ. മധുരമുള്ള പഴങ്ങളാണെങ്കിൽ ഒരുപാട് കഴിക്കും. തണ്ണിമത്തൻ അതേപോലത്തെ ഓമക്കായ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിടില്ല കേട്ടോ. ഇരുന്ന് കഴിച്ചോളും. അപ്പം നമുക്ക് നല്ല ഇടിച്ചക്കുപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഒരു കൊമ്മുമ്മയുടെ വീടിൻ്റെ ബാക്കിൽ നല്ലൊരു പ്ലാവുണ്ട്. അതിൻ്റെ മുകളിൽ നിറയെ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിൽ ഇട്ട് കൊണ്ടേക്കോ രൂപയെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചേ, അമ്മമ്മ ഞാൻ ഇന്നൊരു ഇടിച്ചക്ക ഇടുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം എന്നോട് പറയാ, ഈ അതിന് ഒന്നോ രണ്ടോ എത്രണ്ണ ആച്ചിട്ട് കൊണ്ടേക്കോ, ഉപ്പേരി വയ്ക്കാനല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാലോറത്തുള്ള എല്ലാവരും പൊട്ടിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇതാ എത്തനോടന്ന് ഒരു നമ്മുടെ ഇടിച്ചക്ക ഏട്ടൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മേലോർന്ന് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് എത്തണില്ല. അപ്പം താഴ്ത്തണ്ടടി ഇവിടുന്ന് പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ഏട്ടതാ ഒരു പാകമായിട്ടുള്ള ഒരു ഇടിച്ചക്ക പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ടെറസിൻ്റെ മുകളിൽ കയറിയത് വെറുതെ തോട്ടിയും കോലൊക്കെ പിടിച്ചിട്ട്. അപ്പം ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്താണ് കേട്ടോ നമ്മൾ ഇരിക്കണത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. കൂർക്കയായാലും ചക്കയായാലും ഇടിച്ചക്കയാണെങ്കിലും വീടിൻ്റെ പിന്നാമ്പുറത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ മുറിക്കാൻ വെക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ചക്കട കാലായ ചക്ക, കൂർക്കട കാലായ കൂർക്ക. ഇനിയിപ്പോൾ തിരുവാതിരയാണല്ലോ. അപ്പോൾ തിരുവാതിരയായി നമ്മൾ കൂവടിക്കും. അതേപോലെ തന്നെ നമ്മുടെ കാവത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വളപ്പുന്ന് പറിച്ചെടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിന്നാമ്പുറത്ത് തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ തേങ്ങയുടെ ചകിരി തേങ്ങ, ഇതൊക്കെ പിന്നാമ്പുറത്ത് ആശാന്മാരാണ്. അങ്ങനെ ഇടിച്ചൊക്കെ നമ്മൾ പാത്രത്തിലാക്കാൻ നോക്കുകയാണ്. അതായത് അരിഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പാത്രത്തിലിട്ട് നന്നായിട്ട് വേവിക്കാം. പാത്രം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുക്കർ എടുക്കണത്. അപ്പം ആദ്യം നമ്മൾ ഇതേപോലെ വട്ടനെ ചെത്തിയിട്ട് അതിൻ്റെ മുളഞ്ഞൊക്കെ ഒന്ന് കളയുകയാണ്. ഇങ്ങനെ കളയണവരുണ്ട്, അല്ലാതെ ഒരു കോലെടുത്തിട്ട് ചിറ്റിയിട്ട് കളയണവരുണ്ട് കേട്ടോ. പക്ഷെ ഇത് ചെറുതല്ലേ, നമുക്ക് ഇങ്ങനെ കളയായിരിക്കും എളുപ്പം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഏട്ടൻ പേപ്പർ എടുത്തോണ്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതാ ചക്കയുടെ തൊലി ചെത്തി കളയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇടിച്ചക്കയുടെ തൊലി ചെത്തി കളയാണ്. ഇവിടെ എനിക്കും ഏട്ടനും കുമാറിനും അമ്മയ്ക്കൊക്കെ ഇടിച്ചക്കപ്പേര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞച്ചമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. നമ്മുടെ ഇവിടെ ഉപ്പേരി വയ്ക്കുമ്പോൾ എപ്പോഴും തേങ്ങ ചിരകിയിടാറുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയിലും നമ്മൾ തേങ്ങ ചിരകിയിടും കേട്ടോ. അല്ലാതെ തന്നെ തേങ്ങ ഇടാതെ തന്നെ ഇത് തിന്നാൻ നല്ല രുചിയാണ്. പിന്നെ കൂവ പായസത്തിൻ്റെ കൂടെ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി കഴിക്കാൻ ഒരു പ്രത്യേക രുചി കേട്ടോ. അതെനിക്ക് മനസ്സിലായതേ നമ്മുടെ കൗസല്യമ്മ പടുത്ത് ഇടിച്ചക്ക ഉപ്പേരി ഇതാ നമ്മുടെ രുക്കമ്മയുടെ വീട്ടിലത്തെ ഇടിച്ചക്ക തന്നെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂവ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ലേശം കിട്ടി ആ വക. അപ്പം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല രുചി തോന്നി കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഈ ഇടിച്ചക്ക നുറുക്കുമ്പോൾ പറഞ്ഞു, ഏട്ടാ നമുക്കിന്ന് കൂവപ്പായസം ഉണ്ടാക്കിയാലോ എന്ന്. പറ്റിയെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. കൂവപ്പായസത്തിൻ്റെയും നമ്മുടെ ഇടിച്ചക്കുപ്പേരിയും കഴിക്കണേൻ്റെ. പറയേ ഇടിച്ചക്കപ്പേര് ഇഷ്ടമാണ്. എന്താ ഇഷ്ടമില്ലാതിരിക്കാൻ? ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കഴിക്കും. ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ഞാനാണ് തിന്നാൻ. കാരണം പ്രത്യേകിച്ച് ഉപ്പേരി നിർബന്ധ അല്ലേ? കുമാറിന് അങ്ങനെയൊന്നുമില്ല. കുമാറിന് മീൻകൂട്ടാനായാലും അവൻ ചോറുന്നു. ഇതിൻ്റെ അടിയിൽപ്പെട്ടു, ഇത് കണ്ടില്ല. എന്താ അത്? താങ്ക് യു. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇടിച്ചക്ക നുറുക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഒരുപാട് നനന്നനാക്കിയിട്ടല്ല നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ്. കുക്കറിലിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഗ്യാസ്മ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വിസിൽ അടിക്കുമ്പോഴേക്കും അത് നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷേ എയർ കളയരുത് കേട്ടോ. എയർ നമുക്ക് അതിൻ്റെ ഫുൾ എയർ തന്നെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ചെറുള്ളിയാണ് ഏറ്റവും നന്നാവുക.
നമ്മുടെ ഉപ്പേരിയിലേക്കൊക്കെ ചെറുള്ളിയാണ് ഏറ്റവും നന്നാവുക കേട്ടോ. അപ്പം ഞാൻ മടി കാരണം സവോളയാണ് എടുക്കാറുള്ളത്. പക്ഷേ അപൂർവം കിട്ടുന്ന സാധനങ്ങളല്ലേ നമ്മുടെ ഇടിച്ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ചക്കയുടെ കാലമായാലേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇത് മടി കൂടാണ്ട് നല്ല രുചിയോട് കൂടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ മെനക്കെട്ടിരുന്ന് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെന്തളിഞ്ഞു കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ പാകത്തിനുള്ള വേവൊക്കെ ആക്കിയിട്ട് ഞാനത് അതിലത്തെ വെള്ളം ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുക്കറിൻ്റെ മുകളിലൊരു പ്ലേറ്റും വെച്ചിട്ട് ഞാനത് വാർക്കുകയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. കയ്യിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കുക. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായില്ല, എന്നാൽ ഉള്ള വെള്ളം ഞാനവിടെ വാർത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ അരക്കല്ലിൽ, ഇത് നമ്മുടെ വീട്ടിലെ അരക്കല്ലാണ്, അതായത് ആട്ടുകല്ല്. അങ്ങനെ ആട്ടുകല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തു കേട്ടോ. ഒരുപാട് ചതയരുത്, ഒരു പാകത്തിനുള്ള ചതവ് മതി. അങ്ങനെ നമ്മൾ ഇടിച്ചെടുത്ത ഇടിച്ചക്കയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ കല്ലൊക്കെ നന്നായി കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനാണ്, ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഏട്ടൻ അത് മറിച്ചിട്ട് വൃത്തിയാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഉപ്പേരി പാത്രം, നമ്മുടെ ഉപ്പേരി ചട്ടി അതടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അതാ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നല്ല അയിലയും ചൂടയാണ് നമ്മുടെ ഇന്നത്തെ മീൻ വറവൽ. അങ്ങനെ ഇന്നത്തെ രുചിയായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇടിച്ചക്ക ഉപ്പേരി, അയില വറുത്തതും നമ്മുടെ ചൂടപ്പരലാണ്. അങ്ങനെ ഉപ്പേരിക്കുള്ള ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇത് ഏട്ടൻ കൊടുത്തിട്ടുള്ള ഓമക്കായാണ് കേട്ടോ. ഏട്ടന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തണ്ണിമത്തൻ കണ്ടാലും ഓമക്കായ കണ്ടാലും ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ത് പ്രത്യേകത ഉള്ള നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന സാധനം കണ്ട മൂപ്പരാൾ മേടിക്കും കേട്ടോ. കൂടുതലും ഇപ്പോൾ ആപ്പിളാണ് മേടിക്കാറുള്ളത്. നേരം വെളിച്ചാകുമ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നാൽ വെറും വയറ്റിൽ ആപ്പിൾ കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിപ്പോൾ എനിക്കും തുടങ്ങിയിരിക്കുന്നു. മുറിക്കുമ്പോൾ എനിക്കും കൊണ്ടുവന്നേരും. അത് രാവിലെ എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഏട്ടെടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും ഇപ്പോൾ കഴിക്കണുള്ളൂ, വൈകുന്നേരത്തെ ഭക്ഷണം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോണത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ബോറടിക്കുമ്പോൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അല്ലേ, മടുപ്പ് വരുമല്ലോ. പിന്നെ മടുപ്പ് വരാതിരിക്കുമ്പോൾ റോബോട്ടൊന്നും അല്ലല്ലോ. അങ്ങനെ ദാ അതിൽ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നമ്മുടെ ചെറിയ ഒരക്കല്ലിൽ ഞാനൊന്ന് ഇടിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ചട്ടി നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി, ചെറുള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോപ്പറിൽ എന്താ അരിയാഞ്ഞെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ചോപ്പറിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു രുചി കിട്ടില്ല. ഇതേപോലെ അരകല്ലിൽ, അതായത് നമ്മുടെ ഈ ചെറിയ ഇടിക്കല്ലിൽ ഇടിച്ചിട്ട് തന്നെ നമ്മൾ ചതച്ചിട്ട് നമ്മൾ ഉള്ളി മൂപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരിക്ക് ഒരു പ്രത്യേക രുചി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായിട്ട് കിട്ടണതല്ലേ, അപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് അങ്ങോട്ട് വെതറി കൊടുക്കുക, ഒന്ന് പെട്ടെന്ന് മൂക്കാനേ, അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ ഇങ്ങനെ നിൽക്കണം. ആ സമയം കൊണ്ട്, ഉള്ളി മൂക്കണ സമയം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. വൃത്തിയാക്കൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ മൂപ്പ് ഏകദേശം പാകമായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഉപ്പേരിയുടെ ബാക്കിയുള്ള പണികളും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടേ ഉള്ളി മൂക്കണ വരെ. ആ സമയത്ത് നമ്മളവിടെ പരത്തിയിട്ട ചപ്പും ചവറൊക്കെ എടുത്ത് മാറ്റി അവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആയില്ലേ. അല്ലെങ്കിൽ നമുക്ക് അവസാനം ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കുക നമ്മുടെ ആ വൃത്തിയാക്കലാണ് അല്ലേ. അപ്പോൾ ഞാനെന്തായാലും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഞാനത് സ്പീഡിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സ്പീഡിലൊന്നും നമ്മൾ എന്തായാലും ഉള്ളിയൊന്നും ഇളക്കില്ല, പാത്രം പറന്നുമില്ലേ. അങ്ങനെ അത് ആ ഉള്ളിയൊക്കെ നന്നാക്കി. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയിടണം. അപ്പോൾ ഇവിടുത്തെ ഉപ്പേരിയിൽ തേങ്ങ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഏട്ടൻ അത് ചോദിക്കുന്നുണ്ട്, തേങ്ങ ചിരകിയിട്ടില്ലേന്ന്. അപ്പോൾ ഞാനിത് തേങ്ങ ചിരകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചിരവ് ഇതേപോലെ സ്ലാബ് വെച്ചിട്ട് ചിരകാൻ എളുപ്പമാണ്. നമുക്ക് നിലത്തിരുന്ന് ചിരകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇതിപ്പോൾ പോലെ ശീലമായി. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അടുക്കളയിൽ എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ചാടി വീഴൂലേ. അപ്പോൾ അങ്ങനെ എളുപ്പമുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ ചിരകിൽ. സ്ലാബുമ്പോൾ നമ്മുടെ ചിരക് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ചിരകിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. മുളക് പൊടി മൂത്ത് വന്നപ്പോൾ നമ്മുടെ തേങ്ങ ചിരകിയതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ തേങ്ങ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക, അവസാനത്തെ കലാപരിപാടിയാണ്. അപ്പോൾ ഇടിച്ചക്ക ഞാനവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അയ്യോ, ഈ ചട്ടിയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇളക്കിയെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. എന്നാലും പുറത്തേക്ക് കളയാതെ ഞാനവിടെ ഇളക്കിയെടുത്തു. അപ്പോൾ പൊതുവെ എനിക്ക് അങ്ങനെ ഇളക്കുമ്പോൾ, അതായത് ചട്ടിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിലത്തേക്ക് പോവുകയാണെങ്കിൽ വല്ലാത്ത വിമ്മിഷ്ടമാണ്. അപ്പോൾ ഒരു വിധം കളയാതെ, പുറത്തേക്ക് കളയാതെ ഞാൻ ഇളക്കിയെടുത്തു. എന്നാലും 2-3 കഷ്ണം പുറത്തേക്ക് വീണു. അത് പിന്നെ നമ്മുടെ വായിലേക്കും പോയി. അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുക. എന്തിന് നമ്മളില്ലാതൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയി കഴിഞ്ഞാൽ കുറച്ച് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് രുചി എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ടോ, ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടോ. ആ ഉള്ളി ഒരു നല്ലോണം മൂപ്പായിട്ടില്ലെങ്കിൽ നമ്മുടെ ഉപ്പേരിക്ക് ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ.
അങ്ങനെ പിഞ്ഞാണൊക്കെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നല്ല രുചി ഉണ്ടായിരുന്നു, അങ്ങനെയാണല്ലോ പറയാല്ലേ. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തേങ്ങ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. മീൻ മറക്കട്ടെ. ഞാനിവിടെ എന്തുണ്ടാക്കിയാലും ഏട്ടൻ്റെ ഒരു കയ്യൊപ്പ് വേണം കേട്ടോ. അതാണ് ഏട്ടൻ വന്നിട്ടൊന്ന് ഇളക്കിയെടുത്തത്. ഇവിടുത്തെ മെയിൻ കുക്കുകളാണ് അമ്മയും ഏട്ടനും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവരുടെ ഉപദേശം എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ അമ്മയായാലും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അതേപോലെ തന്നെയാണ് ഏട്ടനും. അങ്ങനെ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറുക്കാൻ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീൻ അടി പിടിക്കും. അപ്പോൾ അതാ ഏട്ട ആപ്പിൾ മുറിച്ചിട്ട് ഒരു ആപ്പിൾ കഷ്ണം തന്നു, 2 തന്നു. അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കഴിക്കാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ കേട്ടില്ലേ, തേങ്ങ ചിരകിയിട്ടില്ലേന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ മൂപ്പരയാൾക്ക് ചെറുതായിട്ടൊരു വിഷമവും ദേഷ്യമൊക്കെ വരും. അങ്ങനെ തേങ്ങ ചിരകിയിട്ട് ഉപ്പേരിയൊക്കെ ഞങ്ങളവിടെ പാകാക്കി വെച്ച് മീനും ചട്ടിയിലിട്ട് വറുത്ത്, ഇനി മീനും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉഷാറായിട്ട് തന്നെ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങോട്ട് കഴിക്കാം. അതിനതാ മീൻ അടുത്തത് ഇട്ടു. ആവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളം തോരാൻ വെച്ച പാത്രങ്ങൾ നമ്മുടെ നീലപാത്രത്തേക്ക് കമത്തി വെക്കുകയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അകത്തേക്ക് എടുത്തു വെക്കും, അതതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എടുത്തു വെക്കാം. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഇതേപോലെ ഗ്ലൗസ് കൈമിടും. നമ്മുടെ കൈ പൊട്ടണ കാരണേ സോപ്പ് കൈമാക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ 2 പാത്രം എടുത്തു. അതിലേക്ക് കുറച്ച് ചോറും തോനുപ്പേരിയും പിന്നെ കൂട്ടാൻ്റെ ചാറ് മാത്രമേ ആയിട്ട് എടുക്കണ്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയാണ്. മുരിങ്ങക്കായൊക്കെ ആണെങ്കിൽ മൂപ്പരാൾ കഴിക്കും. അപ്പോൾ ഡയറ്റിംഗ് അല്ലേ, അപ്പോൾ അധികം ഉരുളക്കിഴങ്ങ് കഴിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇട്ടുതരികയാണ് കേട്ടോ കഷ്ണങ്ങൾ. അപ്പോൾ ഞാൻ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ മീൻ വറുത്തതും അയിലയുടെ വാലും ഒരു തലയും വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് തല ഭയങ്കര ഇഷ്ടമാണ്. തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണത്തോട് കൂടിയിട്ടുള്ള തല മണ്ട മാത്രം വറുത്തെടുത്ത് തിന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ള ഭക്ഷണം എനിക്കും ഉണ്ടാക്കി തരാറുണ്ട്, ഞാൻ അങ്ങോട്ടും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല രുചിയുണ്ടെന്ന് പറയുമ്പോൾ അത് നല്ല രുചിയോടുകൂടി കഴിക്കുന്ന കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നല്ല വിഭവസമൃദ്ധമായി വയറ് നിറച്ച് ചോറുണ്ടു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സന്തോഷങ്ങളും ചെറിയ ചെറിയ ഹെയർ കെയർ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക ഇനി ഓരോ വീട്ടിലേക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓരോന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പൊട്ടി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം. വേനൽക്കാലമാണ്, ചക്കടയും മാങ്ങടയും കരിമ്പൻ തേങ്ങയുടെ ഒക്കെ ഉത്സവമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അതും ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനലിൽ.